മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെയൊക്കെ വീഡിയോയിൽ നമ്മൾ മിക്കവാറും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് ഡിഷായിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പലഹാരമാണ് പൂരി മസാല അല്ലേ. പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെയൊക്കെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡിഷസിൽ ഒന്നാണ് ഈ പൂരി മസാല. പണ്ടൊക്കെ ചെറുപ്പത്തിലെ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എന്ത് ഫുഡാണ് ഓർഡർ ചെയ്യാന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ പോയിട്ട് ഓർഡർ ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു ഈ പൂരി മസാല. എനിക്ക് അത്രയും ഇഷ്ടമാണ് ആ എണ്ണയിലൊക്കെ വറുത്തിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര മോസ്റ്റ് ഫേവററ്റ് ആയിട്ടുള്ളൊരു ഡിഷാണത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. നല്ല പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ മൂൺ ഷേപ്പിലുള്ള പൂരി എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു കുഞ്ഞു ടിപ്പ് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂരി മസാല വിത്ത് വെജിറ്റബിൾ സാലഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ. അപ്പോൾ ദാ റെസിപ്പി വന്നു കഴിഞ്ഞല്ലോ. നമ്മളില്ലേ 4 മണിക്ക് ഒരു ആട്ട, നമ്മുടെ ഫ്രഷ് ആട്ട കൊണ്ടുള്ള പൂരി ഉണ്ടാക്കണം. പൂരി വിത്ത് സബ്ജി ആൻഡ് സ്പെഷ്യൽ സാലഡ്, നമ്മുടെ സ്പെഷ്യൽ സാലഡ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചായക്ക് അതാ കഴിപ്പ് നമ്മൾ. അതിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ആട്ടയില്ലേ, ആട്ട നമുക്ക് കുഴയ്ക്കാൻ നോക്കാം. സമ്പൂർണ്ണ ഗോതമ്പ് പൊടി അത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിയില നമ്മുടെ സ്പെഷ്യൽ ആട്ട. ഇതിലുണ്ടല്ലോ, ഞാനിപ്പോഴും അത് കണ്ടേ. നമ്മൾ അതിന് ഞാൻ ഈ പാത്രത്തിൽ സ്വല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പിന്റെ ഇതിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 4 സ്പൂൺ അങ്ങ് എടുക്കാം. എത്ര വേണ്ടി വരും, നമ്മെ അങ്ങനെ അളവെടുക്കാത്തോണ്ട് 4 കൂമ്പനങ്ങ് എടുക്കാം അല്ലേ, എല്ലാവർക്കും കഴിക്കാമല്ലോ. 4 കൂമ്പനെ നമുക്ക് നനയ്ക്കാം. പൂരിക്ക് നനയ്ക്കുമ്പോ നമ്മളൊരു പ്രത്യേകതയുണ്ട്. ആദ്യം സ്വല്പം നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ സ്വല്പം പാല് ചേർക്കാറുണ്ട്. ഒരു 1/4 കപ്പ് പാലുണ്ട്, അതങ്ങ് ചേർക്കാം, ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും. അത് കൂടാതെ നമ്മൾ ചെയ്യുമ്പോ ഒരു പൊടിക്ക് പഞ്ചസാര ചേർക്കാറുണ്ട്. നമ്മള് പാലൊഴിച്ചു കഴിഞ്ഞത് അതിന് നനയാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ചേർക്കാം കേട്ടോ. കൂടിപ്പോയാൽ പിന്നെ ഒരു പ്രശ്നമല്ലേ. അപ്പൊ ഇനി കൈ കൊണ്ട് കുഴയ്ക്കണം, സ്പൂൺ കൊണ്ട് ഇത് പറ്റൂല. ഇത് പച്ചവെള്ളം തന്നെയല്ലേ? സാധാ പച്ചവെള്ളം. നനവ് പാകായല്ലോ അത്. വെള്ളം കൂടിപ്പോയാൽ പിന്നെയും പൊടി ചേർത്ത് പൂരി കൂടുതലിരുന്ന അപ്പ എപ്പോഴും പറയും എണ്ണമയുള്ള സാധനം അധികം വേണ്ടെന്ന്. ഞാനും അധികം ഉപയോഗിക്കൂല, എണ്ണയിൽ വറുത്ത് പോരണല്ലേ. ചപ്പാത്തി ആകുമ്പോ പിന്നെ കുഴച്ചങ്ങ് ഫ്രിഡ്ജിലേക്ക് പൊടി വെച്ചാലും കുഴപ്പമില്ല. പൂരിയുടെ പിന്നെ കുഴച്ച് വെച്ചാൽ അതൊക്കെ അളവിലാവും. പിന്നെ അപ്പൊ നമുക്ക് വെള്ളം കറക്റ്റ് ആയിരുന്നു അല്ലേ. ആദ്യം ഒരു 1/4 കപ്പ് പാലൊഴിച്ചു, പിന്നെ നമുക്ക് കുറച്ച് വെള്ളം. അതിനെ അളവ് എന്താന്ന് വെച്ചാ ഇച്ചിരിച്ച് ഒഴിച്ചു നോക്കുമ്പോ ആ നനവ് മനസ്സിലാവും. അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു പാകം വരണം അല്ലെ. ഈ ഒരു പാകം ഞാൻ കാണിച്ചു തരാൻ ശരിക്കൊന്നൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ കൂടെ ഒരു ചെറിയ ടിപ്പ് പറയാനുണ്ടതാ. ഇതിന്റെ കൂടെ പൂരി ഉണ്ടാക്കുമ്പോ നമ്മള് ഒരു പൊടിക്ക് പഞ്ചസാര ചേർക്കും. ഒരു പൊടിക്ക് ഇതേ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു പൊടിക്ക് അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ, ഒരു പൊടിക്ക്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് കിട്ടും. അമ്മയുടെ ഒരു ചേച്ചി പറഞ്ഞു തന്നതായത്. അത് അങ്ങനെ ചേർത്തുണ്ടാക്കി കഴിഞ്ഞപ്പോ ആ പൂരിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം സാധാരണ നമ്മള് ഇതുപോലെ ഉപ്പും വെള്ളവും സ്വല്പം പാലും ചേർത്താ കുഴയ്ക്കാറുള്ളൂ. പക്ഷെ ഈ പഞ്ചസാര ചേർത്തത് കുഴച്ചു കഴിഞ്ഞപ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ചു കഴിയുമ്പോ അറിയാം. വൈകുന്നേരം ഉണ്ടാക്കി കഴിയുമ്പോ എന്നോടൊന്ന് പറഞ്ഞേരെ എങ്ങനെയാന്ന്. ഈ ക്യാമറ ഒന്ന് മാറ്റി വെച്ച് ഞാൻ ശരിക്കും അങ്ങ് അടിച്ചു കുഴക്കട്ടെ. ഇത് നല്ല ഭംഗിയായിട്ട് എന്തോരം കുഴയ്ക്കാവോ അത്രയും നല്ലതാ. ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഞാൻ നല്ല ഭംഗിയായിട്ട് കുഴയ്ക്കാറുണ്ട്. ഈ പാത്രത്തിലേക്ക് വളരെ നല്ലതാ. കുഴച്ചൊരു 1 മണിക്കൂർ നമുക്ക് വെച്ചേക്കാം. അപ്പൊ ഉച്ചയായില്ലേ ഉള്ളൂ. ഒരു 3 മണിയാകുമ്പോ എന്നിട്ട് നമുക്ക് ഉരുട്ടി അത് പരത്തി എണ്ണയിൽ വറുത്ത് പോരാ. അത് ശരി. കുഴച്ചങ്ങ് ഇരുന്നാ പിന്നെ അന്നേരം അങ്ങ് ചുട്ടാൽ മതിയല്ലോ. അന്നേരം നമുക്ക് കാണിക്കാൻ ചെറിയ ഉരുളകളായിട്ട് എടുക്കണത്.
ഇനിയിപ്പോ നമുക്ക് കുഴ ഇത്രയും മതി മതി. ഇനിയിപ്പോ നമുക്ക് എന്നാ ഉണ്ടെന്ന് വെച്ചാൽ മൂടി അങ്ങ് വെച്ചേക്കാം. കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം കൈ കൊണ്ട് കാണിച്ചു തരാം. അത് വേറെ രീതി കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ. ഓ അത് ശരി. എനിക്ക് അതൊക്കെ പറയാനും പറ്റും. എനിക്ക് എന്നെ ഈ പറയണ ഇതിനൊക്കെ ഇങ്ങനെ ഇരിക്കണം. അത്രയ്ക്ക് അപ്പൊ വെള്ളം ഇത്രേ പാടുള്ളൂ. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മളെ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന പാൽ ആദ്യം അങ്ങ് ചേർക്കണം പൊടിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ കൈകൊണ്ട് കിളക്കുമ്പോ അറിയാലോ. അപ്പൊ അതനുസരിച്ച് ഇച്ചിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ട് ആ നനവ് പാകായിരുന്നു. ഇത് കണ്ടോ, അടിപൊളി. ശരി, നമുക്ക് മൂടി വെക്കാം. അവനവിടെ ഇരിക്കട്ടെ. അതെ, സമ്പൂർണ്ണ ഗോതമ്പ് പൊടി. ഞാൻ ഇപ്പോഴും ആ ലിസ്റ്റിൽ കണ്ടത്, നീ പറഞ്ഞപ്പോഴാട്ടോ ആ പേര് കണ്ടേ. ആട്ടയെന്നുള്ളതാ ഞാൻ നോക്കാറുള്ളൂ. നീ മൂടി ഇരിക്കട്ടെ കേട്ടോ. നമ്മള് പൂരിക്ക് വേണ്ടി കുഴച്ച് വെച്ചിരുന്ന മാവ് ഗോതമ്പ് പൊടി. ഇനി നമുക്കത് പൂരിയുടെ പാകത്തിന് ഉണ്ടയായിട്ട് ഇച്ചിരിച്ച് നമുക്കിതേ ഉരുട്ടി എടുക്കണം. കയ്യിൽ തന്നെ ഉരുട്ടിയാൽ മതി. ഇങ്ങനെ കാണിച്ചു തരാം. ശരിക്കുള്ളതേ സ്മോൾ ഉണ്ട. കയ്യിൽ വേണമെങ്കിൽ ഇച്ചിരി എണ്ണയോ ഒക്കെ തൂത്ത് കഴിഞ്ഞാൽ ഒട്ടും കയ്യിൽ പിടിക്കൂല. ഞാൻ പിന്നെ സാധാരണ ചെയ്യണോണ്ട് അങ്ങനെ തൂത്തില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ അധികം പിടിക്കാറില്ല. ഇങ്ങനെ പൂരിക്കാകുമ്പോ ചെറിയ ഉണ്ട മതിയല്ലോ, അധികം വലിപ്പമില്ലല്ലോ പൂരി. സ്മോൾ ഉണ്ടകൾ. എന്നിട്ട് നമുക്ക് പരത്തണം. പൊടിയിൽ മുക്കി വേണം പരത്താൻ. നമുക്ക് പരത്താം. ഇനി നമുക്കിതേ ഈ ഓരോ ബോൾസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ലേ, അത് നമ്മളിതേ സ്വല്പം പൊടി ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടാകും. അതെ, ഇങ്ങനെ ഈ പൊടിയിലൊന്ന് റോൾ ചെയ്യണം. എന്നാന്ന് വെച്ചാൽ ഇതിലിട്ട് പരത്തമ്പോ അല്ലെങ്കിൽ കല്ലേല് പറ്റി പിടിക്കാതിരിക്കാം. കണ്ടോ, അത് ചപ്പാത്തിക്കും അങ്ങനെ തന്നെയാ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ വെക്കണം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഈ തടിയേൽ ഇച്ചിരി ഒന്ന് ഉരുമം പോലെ ചെയ്തേക്കാം, തടിയെ പിടിക്കാതെ. എന്നിട്ട് നമുക്ക് ഇതിൽ പരത്താം. ഇവിടെ ഒന്ന് പരത്തിയാൽ തല മുട്ടുപോച്ചേ. കുഞ്ഞു പൂരിയാട്ടോ, നല്ല രസം. കുഞ്ഞു പൂരിയാ മതിയല്ലോ, അതല്ലേ രസം. കൂടുതൽ നമ്പർ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അതെ, ഇച്ചിരി കട്ടിയിലിരിക്കണം. ചപ്പാത്തി ആകുമ്പോ തീരെ നൈസാവും. പൂരി ആകുമ്പോ വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോർന്നാൽ ഇച്ചിരി കട്ടി വേണം. ഇതുപോലെ അത്രയ്ക്ക് കറക്റ്റ് ഷേപ്പ് ഒന്നുമില്ല. ഷേപ്പ് വേണമെന്നുള്ളവർക്ക് അമ്മ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഇപ്പൊ പൂരി വളരെ സ്മോളാ. അതിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാനുള്ള അടപ്പ് പാത്രം നമ്മുടെ കയ്യിലില്ല. ഇച്ചിരി വലുതായിട്ട് പരത്താൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ഈ പാത്രങ്ങൾ വെച്ച് അത് ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കാം. ഇങ്ങനെ അങ്ങ് വെച്ച് കഴിയുമ്പോ അത് ഒരെണ്ണം വലുത് വേണമെങ്കിൽ പരത്തി കാണിച്ചു തരാം. വെച്ച് കഴിയുമ്പോ എന്നാന്ന് വെച്ചാൽ കറക്റ്റ് റൗണ്ട് ഇതിൽ കിട്ടും. ഒരെണ്ണം ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഇപ്പൊ ഇത് പരത്തിയത് ഇങ്ങോട്ട് വെക്കാം, ഒരു വലുത് പരത്തി അങ്ങനെ എടുക്കാം നമുക്ക്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. നമുക്കിപ്പൊ ഇത് പ്രശ്നമില്ലല്ലോ, ഇത് അങ്ങോട്ട് വെക്കാം. ഓരോന്നെ പരത്താം. മാറ്റിട്ടോ. കണ്ടോ, പ്ലേറ്റിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെ ഇടുക. കണ്ടോ, ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഒരു വലുത് പരത്തുമ്പോ ഇനി വേണമെങ്കിൽ പിടിച്ചാൽ മതി, അത് ഷേപ്പ് കാണിക്കാം നമുക്ക്. അടുത്തത് ഇതുപോലെ തന്നെയാണ് പരത്തിയെടുക്കുക. ഇങ്ങനെ വളരെ ചെറുതാണ് നമ്മുടെ പൂരി. അമ്മ പറഞ്ഞില്ലേ കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു മാർഗം ഉണ്ടെന്നാ. അത് ഞാനൊരു വലിയ ബോൾ ആക്കി ഉരുട്ടിയെടുത്തു വരും. എന്നിട്ട് അത് ഇതിൽ വെച്ച് പരത്തിയതാട്ടോ ദോശ. എന്നാണ് കല്ലിൽ വെച്ച് പരത്തി. എന്നിട്ട് നമ്മളിത് അത് ഷേപ്പ് ചെയ്യണം. കണ്ടോട്ടോ, അതെ കട്ട് ചെയ്താൽ മതി. കറക്റ്റ് ഷേപ്പ്. നല്ല രസോട്ടോ, ഇത്രയും പെർഫെക്റ്റ് ആവുന്ന വിചാരിച്ചില്ല. അമ്മ ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ലേ? അപ്പയുടെയും മകയുടെയും കൂടെ കൂടി 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 പെർഫെക്ഷനിസ്റ്റ് ആയി. നല്ല റൗണ്ടാ. ഇത് മൂൺ പോലെയായി. അപ്പൊ എല്ലാം ഈ ഷേപ്പിൽ ചെയ്യാൻ വേണം. ചെയ്യാൻ പറ്റും. കൊള്ളാം, അടിപൊളി. ഇനിയിപ്പൊ ഇതെന്നാന്നറിയാം, ഇതും വീണ്ടും ചുരുട്ടാ. ഇങ്ങനെ നോക്കിക്കേ, എളുപ്പ വഴി. അതും കൊള്ളാം. അത് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വലുത് അങ്ങനെ കാണിക്കാം. ഷേപ്പ് കിട്ടണം. നല്ല രസമുണ്ട്. ഇത് ചപ്പാത്തിയുടെ പോലെ ഇച്ചിരി വലുതാക്കിയതേ ബോൾ ഉണ്ടാക്കണം, ഉരുട്ടിയെടുക്കണം. കണ്ടോ, അതെ ഇത് നമ്മള് നനച്ചിങ്ങനെ വെച്ചിട്ട് നമ്മുടെ മാവ് കറക്റ്റ് നനവായതുകൊണ്ടാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തത്. അതും കൂടെ ഒരു ടിപ്പാണ് കേട്ടോ.
കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നനവിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കണം. അങ്ങനെയുള്ളപ്പോ കയ്യിൽ സ്വല്പം 2 ഉള്ളം കയ്യിലും വെളിച്ചെണ്ണ തൂക്കുക. അല്ലെങ്കിൽ ചുമ്മാ വെള്ളം കൊണ്ട് കൈ കഴുകിയേച്ച് ചെയ്യുക. വെളിച്ചെണ്ണ തൂക്കണ നല്ലത്. ദേ ഒരെണ്ണം കൂടെ കറക്റ്റ് റൗണ്ടിൽ തന്നെ എടുക്കാം. ദേ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. നോക്കട്ടെ കേട്ടോ. അരികും മൂലം നോക്കട്ടെ. കറക്റ്റ് അല്ലേ? അതെ, ശരിക്കും ഒന്നങ്ങ് പ്രസ് ചെയ്താൽ മതി. പ്രസ് പാനൊന്നും ഇല്ലാത്തവർക്ക് ഇതാ ഏറ്റവും എളുപ്പ മാർഗം. ഹായ്, അടിപൊളി. നല്ല കറക്റ്റ് മൂണിന്റെ ഷേപ്പ്. ഇതങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ ഇത് അപ്പ പറയും. അപ്പ കാണുവാണെങ്കിൽ ആദ്യം പറഞ്ഞത് എല്ലാം ഇങ്ങനെ അങ്ങ് ചെയ്യാൻ പറയും. ഞാൻ എളുപ്പത്തിലൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ വിദ്യ കുറവാ. നമുക്ക് എളുപ്പമല്ലേ എപ്പോഴും. ഇനി നമ്മള് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി അതിലേക്ക് എണ്ണ ഒഴിക്കുക കേട്ടോ, പൂരി വറക്കാനായിട്ട്. മേഘൊക്കെ എണ്ണ വേണം. പൂരി അതിൽ കിടന്ന് വറുത്താലേ കൊമളച്ചു വരുവുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വറക്കണം മോനെ. ഫുൾ ഫ്ലെയിമിൽ വറക്കുമല്ല, ഫുൾ ഫ്ലെയിം ആവുന്ന വരെ എണ്ണ ചൂടാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂരിയുടെ ഇത് ഇട്ട് കഴിയുമ്പോ മീഡിയത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ ചിലപ്പോ കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് പുറമേ മൊരിയും അകമേ വേവ് കയറൂല. അതുകൊണ്ടാട്ടോ അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ടാ. ശരി, ചൂടാവട്ടെ കേട്ടോ. ആവട്ടെ. ആവട്ടെ. നമ്മള് എണ്ണ ചൂടായെന്ന് തോന്നണം. അമ്മ ഒരിച്ചിരി ഉണ്ടേന്ന് ഇട്ട് നോക്കാം ചൂടായെന്ന് അറിയാൻ കേട്ടോ. ടെക്നിക്ക് ചൂടായി തുടങ്ങിയല്ലോ. ചൂടായി നമുക്കിടാം. അത് ഞാൻ കോരി എടുക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് പൊടിക്കൈകൾ അടുക്കളയിലുണ്ട്. ഈ പുതിയതായിട്ടൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാർക്കൊക്കെ ഉള്ള നല്ല പൊടിക്കൈകളല്ലേ ഇത്. പിന്നല്ല ചെയ്യാൻ. നമുക്ക് പൂരി ഇടുക കേട്ടോ. ഹായ്, നല്ല സോഫ്റ്റ് ആയിട്ട് അമ്മ ഇടണം കേട്ടോ. സംസാരം പോലെ സോഫ്റ്റ് ആണോ? കുമളച്ചു തന്നെ ഉണ്ടോ? കണ്ടോ? നല്ല രസമാട്ടോ. ഇങ്ങനെയുണ്ട്. അടിപൊളി, നല്ല രസം. മറിക്കാം. ഹായ്, നല്ല കൊമളയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റൗണ്ട്. അത് നമ്മളെ ടിപ്പ് പ്രയോജനം. അമ്മയുടെ പിടിക്കല്ലാതെ റൗണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളെ ഷുഗർ ചേർത്തത് കൊണ്ടും ഇങ്ങനെ ചേച്ചി അമ്മയ്ക്ക് പറഞ്ഞു തന്നതാ. എന്നാ ആവശ്യത്തിനുള്ളതാണ്. ഇനി നമുക്കത് പോരാ. അടുത്തത് ഇടാം കേട്ടോ. കോരി നമുക്കിത് എണ്ണ വാലാൻ ഇതിലേക്ക് വെക്കാം. ദേ ഈ ഇതിലേക്ക് കോരി വെക്കുക. നോക്കിയേ, ഇതിലേക്ക് വെച്ചാൽ ഇവിടെ ഇരുന്ന് പറഞ്ഞു. ഇനി അടുത്തത് വെക്കുക. അത്രയും നേരം കിടന്നാ മതി അല്ലേ? അത്രയും നേരം വേഗം വേഗം എണ്ണ പൊട്ടിത്തെറിക്കില്ല. എണ്ണ ഇങ്ങനെ ഇതിലേക്ക് കയറാനാട്ടോ ഞാൻ ഇങ്ങനെ അമ്മക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണത് സ്പൂൺ കൊണ്ട്. ഹായ്, നല്ല രസട്ടോ. ഈ പരത്തി കഴിഞ്ഞാൽ വറവ് പോരൽ പെട്ടെന്ന് കഴിയും. പിടിപിടിയുന്ന ഇനി താമസമില്ലേ. ഹായ്, കൊമള പപ്പടം പോലെ കേട്ടോ. ശരിക്കും പപ്പടം തന്നെ അല്ലേ? ചിലതങ്ങനെ ഫുള്ളായിട്ട് കൊമളയായിട്ട് വരും. അതിന്റെ ടെക്നിക്ക് എന്നാന്നറിയില്ല. ചിലത് ഹാഫ് കൊമളയായിരിക്കും. എന്നാണെങ്കിലും പൊള്ളി വരും പൂരി. അത് സ്വല്പം ഷുഗറും പാലും ചേർക്കണതിന്റെ ആണെന്ന് എനിക്ക് തോന്നണേ പൊങ്ങി വന്നത്. എനിക്ക് പക്ഷെ ഫുള്ളിങ്ങനെ കൊമളയിലും ഇഷ്ടം ഇതുപോലെയുള്ള കുറച്ച് കോരട്ടാൻ പപ്പടം പോലെ കേട്ടോ. പപ്പടം പോലെ കോരട്ടാൻ കോരിക്കോ. അടുത്തത് ഇടുവാട്ടോ. വന്നിട്ടോ കോരുക ഇടുക. അല്ലേ അടുത്തത് പിടിപിടീന്ന് നീക്കിക്കൊള്ളണം പണി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പൂരിയും പിങ്ക് കളറിലുള്ള വെജിറ്റബിൾ സബ്ജിയും നല്ല ഹെൽത്തി വെജിറ്റബിൾ സാലഡും ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നല്ല അടിപൊളി ഒരു സൂപ്പർ കോമ്പിനേഷനിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? ഈവനിങ് സ്നാക്ക് ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. എന്തായാലും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ റെസിപ്പിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.